എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതി, അബദ്ധമായിരിക്കും. പറയൂ. അല്ല, ഞാൻ നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോഴേ വീഡിയോകളില് വെറും ഈ ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ മാത്രമല്ല എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇസ്ലാമിനെ പറ്റി കുറ്റങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഇസ്ലാമിനെ പറ്റി രണ്ട് നന്മ പറഞ്ഞോ, ഞാൻ പറയാം. നിങ്ങളൊരു കണ്ടന്റ് എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിലൂടെ കാര്യങ്ങൾ നടക്കണം, അതായത് നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ല, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന മാതിരി നിങ്ങളുടേതായൊരു ഇത് നമുക്ക്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അതായത് ഈ ലോകത്തുള്ള എന്തിനെ കുറിച്ചും പറയാം, ഇതിനെ കുറിച്ച് പറയരുതെന്ന്. അങ്ങനല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ പറയുന്നത് നിങ്ങൾ അത് തെറ്റാണെങ്കിൽ നിങ്ങളൊരു ഒരു ഒരു ആശയം വെക്കുക, എങ്ങനെ രീതിയിൽ ജീവിക്കണം, ഇല്ലെങ്കിൽ ഇന്നതാണ് കാര്യങ്ങൾ. എന്റെ ചാനല് എന്റെ ബോധത്തിനനുസരിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് താങ്കൾ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം. ഞാൻ താങ്കളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടോ എന്റെ എഡിറ്ററായിട്ട്? അതല്ല ഉദ്ദേശം. വെറും എന്താ പറയാ, ചെറിയ കുട്ടികളെ മാതിരി പിന്നെ ടീച്ചർ മുള്ളി തല്ലി പിച്ചി എന്ന് പറഞ്ഞ മാതിരി അവിടെ പറഞ്ഞു നോക്കി, ഇവിടെ പറഞ്ഞു നോക്കി, അങ്ങനെ പറഞ്ഞു നോക്കി. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ബോംബിടലും അതുപോലെ സൂയിസൈഡ് ബോംബിംഗ് ഒക്കെ സ്ഥിരമായിട്ട് നടത്തുമ്പോ അത് നിങ്ങൾക്ക് ടീച്ചർ നുള്ളിയും പിച്ചിയും പോലെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ എല്ലാ ചാനലും എല്ലാ വീഡിയോയും കണ്ടു എന്നല്ലേ താങ്കൾ പറഞ്ഞേ? അല്ല, അങ്ങനെ കണ്ടിന്യൂസ് കാണാറില്ല, എന്നാലും അത്യാവശ്യം കാണാറുണ്ട്. ലാസ്റ്റ് കണ്ട വീഡിയോ ഏതാണ്? ഏതാ ഏറ്റവും അവസാനം കണ്ട വീഡിയോ ഏതാണ്? ആയിഷാന 9 വയസ്സിൽ കല്യാണം കഴിച്ച്. ഏത് വീഡിയോയിലാ ഞാൻ പറഞ്ഞെന്ന് പറയൂ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ എടുത്തിട്ട് കാണിക്കണം. അത് അത്ര വാദിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ വിമർശനത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ആ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? ആയിഷയെ 6-ാം വയസ്സിലാണോ കല്യാണം കഴിച്ചത്? 6-ാം വയസ്സിൽ, 9-ാം വയസ്സില്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് 6-ാം വയസ്സിലോ 9-ാം വയസ്സിലോ? 9 വയസ്സില്. 6-ാം വയസ്സിലപ്പോ എന്താ കഴിച്ചത്? അറിയില്ല. അതിപ്പോ അങ്ങനെയൊന്നുമില്ല, പറയട നാട്ടുകാരോട്. ഇന്ന് ഇപ്പൊ നമ്മളെ ഈ ലോക സാഹചര്യത്തില് 6-ാം വയസ്സിലോ 9-ാം വയസ്സിന്റെ മുന്നേ തന്നെ, അതായത് 6-ാം വയസ്സ് നമുക്ക് മാറ്റി നിർത്താം. വളച്ചു കേട്ടാ കാര്യം പറ. അല്ലെങ്കിൽ 9-ല് കുട്ടികൾ എത്രയോ പക്വത എത്തിയുള്ള കുട്ടികളുണ്ട്. അവരുടെ ശാരീരിക പ്രകൃതി എല്ലാ കുട്ടികളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടാ? എനിക്ക് പെൺകുട്ടിയുണ്ട്. എത്ര വയസ്സായി? അവൾക്ക് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എത്ര ക്ലാസ്സില്? 9-ാം ക്ലാസ്സില്. 9-ാം ക്ലാസ് എന്ന് പറയുമ്പോ 14 വയസ്സ്. കല്യാണം കഴിഞ്ഞോ? എത്ര കുട്ടികളുണ്ട്? ഈ കിഴങ്ങനേതാ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. ഓരോന്നിനും തർക്കിക്കാൻ നിന്നാ പിന്നെ അതിനെ സമയം കാണത്തുള്ളൂ. എനിക്ക് 2 ആള്. അല്ല, ഈ മോൾക്ക് എത്ര കുട്ടികളായി? മോൾക്ക് കുട്ടികളൊന്നും ആയിട്ടില്ല. എന്റെ മല്ലയ്യ, കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവരൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. അല്ല, ഞാൻ ചോദിക്കണത് നിങ്ങളുടെ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് നിങ്ങള് അവൾക്ക് അതിനുള്ള പക്വതായിട്ടില്ല. പക്വതയാവാത്തോണ്ടാണ്. പക്വത ആയിരുന്നെങ്കിൽ നിങ്ങൾ 6-ാം വയസ്സിൽ കെട്ടിച്ചു കൊടുക്കാറുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതായത് നിങ്ങൾ നിങ്ങളുടെ മോളെ പക്വത എത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ 6 വയസ്സിൽ കെട്ടിച്ചു കൊടുക്കുമായിരുന്നോന്ന്. അതാ ഞാൻ പറഞ്ഞത്, എന്റെ പെൺകുട്ടിക്ക് ആ രീതിയിലുള്ള അവളുടെ ശാരീരിക പ്രകൃതിയും അവളുടെ മാനസികമായിട്ടുള്ള അങ്ങനെ നീ കെട്ടിച്ചു കൊടുക്കും. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും, ഞാൻ തൂറി എറിയും നിന്നെ. തീർച്ചയായിട്ടും കെട്ടിച്ചു കൊടുക്കും. ശരി. അത് അങ്ങനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ആ ഒരു മാതൃക നിങ്ങൾ എവിടുന്ന എടുക്കുന്നത്? അത് 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരമില്ലായ്മയെന്നും പറയാം. അത് അവളുടെ ശരീര പ്രകൃതിയും അവള് കൈവിട്ട് പോകുന്നോ ഇല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾക്ക് എത്തുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പന്നി ഇറച്ചിക്കൊണ്ട് മന്തി ഉണ്ടാക്കി തന്നാ താങ്കൾ തിന്നോ? ഇല്ല. എന്താ തിന്നാത്തെ? അത് നിഷിദ്ധമാക്കിയ കാരണം കൊണ്ട്. ആര് വിശുദ്ധാക്കി? അത് നിഷിദ്ധമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂല് നിഷിദ്ധമാക്കിയ കാരണം കൊണ്ട്. അപ്പോ റസൂല് നിഷിദ്ധമാക്കിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ തിന്നുന്നത്? അതെ. അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചത്, മാതൃക എന്താന്ന്. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ?
വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. 6-ാം വയസ്സിൽ താങ്കളുടെ കുട്ടിയെ താങ്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറയുന്നു പക്വത എത്തിയാൽ. അതെ അപ്പോ അതിനുള്ള മാതൃക താങ്കൾക്ക് എവിടുന്ന കിട്ടിയെന്നാ ഞാൻ ചോദിക്കണേ. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ലേ, മാതൃക അല്ല അവിടെ നോക്കിയിട്ടുള്ളത്. അവളുടെ ശാരീരിക പ്രകൃതിയും അവളുടെ പക്വതയും കാര്യങ്ങളും കണ്ടോണ്ടാ ഞാൻ ഈ പറയുന്നത്. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കണത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. അവിടെ അങ്ങനെ ശാരീരിക പ്രകൃതിയും പക്വതയും നോക്കിയിട്ടാണ് ഈ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടത് എന്ന് താങ്കൾക്ക് എവിടുന്നാ മനസ്സിലായത്? ചേടാ ഇത് വലിയ പുലിവാലായല്ലോ. അതാ ഞാൻ പറഞ്ഞത് മാതൃകകൾക്ക് പോകണ്ടെന്ന് പറയാൻ കാരണം അതാ. മാതൃകയിലേക്ക് പോകണ്ട എന്ന് താങ്കൾക്കൊരു വാദമുണ്ടെങ്കിൽ പന്നി ഇറച്ചി കൊണ്ട് മന്തി ഉണ്ടാക്കി തന്നാൽ താങ്കൾ തിന്നോ? അത് ഞാൻ എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താടാ? ഒരു അതിന് ഞാൻ ഒരു മറുപടി ഓക്കെ. അതിന് ഞാൻ സുഹൃത്തെ ഇനി ഞാൻ അതാ ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന്. അതായത് ഒരു കുട്ടി അവളുടെ മെൻസസ്, അതായത് അവൾ ഇതിന്റെ ആയതിനു ശേഷമാണല്ലോ ഇപ്പൊ ഉള്ള ഈ കാര്യത്തിലേക്ക് വരുന്നത്. ഇയാൾക്ക് എന്താണ് വയ്യേ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ 9-ാം വയസ്സിലായി ആയതിനു ശേഷം അവൾക്കൊരു പക്വത വരികയാണ്. അവളുടെ ശാരീരിക ഘടനയും കാര്യങ്ങളും നമ്മളിപ്പോഴും, ഞാനിപ്പോ 10-12 കൊല്ലം ഗൾഫിലുണ്ടായിരുന്ന ആളൊക്കെ തന്നെ അവിടുത്തെ ഓരോ മിസ്രി പെണ്ണുങ്ങളുടെയും കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ 1500 കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഈ 6-ാം വയസ്സ് എന്ന് പറഞ്ഞ വയസ്സ് എന്തായിരിക്കും നമുക്ക് എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും? നിന്റെ തള്ളക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. 1500 വർഷം മുന്നേ 6-ാം വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വയസ്സായിരിക്കും? എത്ര വയസ്സായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ പാകിസ്ഥാനി പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഇവനെ അല്പം അതെനിക്ക് നേരത്തെ അറിയാവുന്ന പ്രായ ശരീരത്തിനുണ്ട്, മനസ്സിനില്ലടേ. അപ്പൊ 6-ാം വയസ്സെന്ന് പറഞ്ഞാൽ അതൊരു 1.5 6-ാം വയസ്സാണ് എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി കല്യാണം കഴിച്ച സമയത്ത് 53 വയസ്സല്ലേ? അപ്പൊ അതൊരു 1.5 53 വയസ്സായിരിക്കണ്ടേ? അതെ 1.5 53 ആയിരിക്കണം. അതെ 1.5 53 ആയിരിക്കണം. അപ്പൊ ഒരു പടുകളവനെയാണോ 6-ാം വയസ്സുകാരിക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. അപ്പൊ ഒരു പടുകളവനെയാണോ 6-ാം വയസ്സുകാരിക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്? ആവാം. അതിനൊന്നും നിങ്ങളെ വാക്കത്തിന് ഞാൻ തർക്കിക്കുന്നില്ല. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങള് അത് അങ്ങനെ സത്യസന്ധത നല്ലതാണ്. അങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികളാകേണ്ടത്. താങ്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. അല്ല, എന്തോ ഒന്നും മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. ഇപ്പഴെനിക്ക് സമാധാനായത്.